എൻ്റെ പേര് സബിൻ സാബു. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ ചാമക്കാല എന്ന ഗ്രാമത്തിൽ നിന്നാണ്. 2019 ഞാൻ ഗൾഫിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. പക്ഷേ 2019 കഴിഞ്ഞ് ഡിസംബർ മാസം ഞാൻ വന്നത്. പക്ഷേ ജനുവരി ഫെബ്രുവരി മുതൽ കോവിഡ് തുടങ്ങി. എൻ്റെ എല്ലാ പ്ലാനുകളും പൊട്ടി, സ്വപ്നങ്ങളെല്ലാം തകർന്നു, ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിലേക്ക് മാറി. എനിക്കൊരു ബ്രദറുണ്ട്. ബ്രദർ ഇലക്ട്രീഷ്യൻ, പ്ലംബർ വർക്കൊക്കെ ചെയ്യുന്നതാണ്. ആളുടെ വിവാഹാലോചനയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഒന്നും ശരിയായി വരുന്നില്ലായിരുന്നു. ഞങ്ങൾ ജ്ഞാനായ കത്തോലിക്കരാണ്. ഞങ്ങൾക്ക് സമുദായത്തിൽ തന്നെയാണ് വിവാഹം കഴിക്കേണ്ടത്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം വിവാഹാലോചനകളൊന്നും നടക്കുന്നില്ല. കോവിഡ് ഓൾറെഡി ഫസ്റ്റ് വേവ് നല്ല രീതിയിൽ വന്ന സമയത്ത് മൊത്തം ലോക്ക്ഡൗൺ ആയി. ഒന്നും ജോലി കാര്യങ്ങളൊന്നും ശരിയാവുന്നില്ല. ഈ ഒരവസ്ഥ നിന്ന സമയത്താണ് എൻ്റെ ഒരു കസിൻ പറയുന്നത്, കൃപാസനത്തെക്കുറിച്ച് പറയുന്നത്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഞാൻ അവരുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഉടമ്പടി എടുത്തില്ല. ജസ്റ്റ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഞാൻ തിരിച്ചു പോയി. എല്ലാവരോടും പറഞ്ഞു ഉടമ്പടി എത്തുന്നതാണ്. പക്ഷേ തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം മനസ്സിലൊരു ഒരു ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഉടമ്പടി എടുക്കാമായിരുന്നു. കാരണം ഞാൻ ഉടമ്പടിയിൽ എഴുതി വച്ചിരുന്ന ആവശ്യങ്ങളൊന്നും ഞാനിവിടെ കൊടുത്തില്ല. ഞാൻ അതുമായിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങളുടെ അടുത്തുള്ള ഒരാൾ പെട്ടെന്ന് ഒരു കല്യാണാലോചനയായിട്ട് വന്നു. അപ്പം ഞാൻ ഉടമ്പടിയിൽ മെയിനായിട്ട് വെച്ച കാര്യം എൻ്റെ ജോലിക്കാര്യവും ചേട്ടൻ്റെ വിവാഹകാര്യമായിരുന്നു. ആൾ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആലോചനയെക്കുറിച്ച് വന്നപ്പം ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. കാരണം ഞാൻ ചെയ്യാത്ത ഉടമ്പടിയാണ് ഞാൻ ആവശ്യപ്പെട്ടത്, മാതാവ് എനിക്ക് തന്നു എന്നുള്ള ഒരു മനസ്സിലൊരു വല്ലാത്തൊരു വേദന തോന്നി. എങ്ങനെയും ഉടമ്പടി കംപ്ലീറ്റ് ചെയ്യണമെന്ന് തോന്നി. അന്നേരം തന്നെ ഞാൻ അടുത്ത തവണ ഒരു ചാൻസ് കിട്ടുമ്പം അറിയാവുന്ന ആളുടെ കൂടെ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. ഞാനിവിടെ വന്നു. ഉടമ്പടി അന്നാണ് ഞാൻ എടുക്കുന്നത് ആദ്യമായിട്ട്. ഉടമ്പടി വെച്ച മെയിനായിട്ടുള്ള കാര്യം എൻ്റെ ജോലിക്കാരൻ തന്നെയായിരുന്നു. എൻ്റെ ഓൾറെഡി ഞാൻ ഒരു ഏജൻസിയിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസും പണമെല്ലാം കൊടുത്തതാണ്. പക്ഷേ ഈ കോവിഡിൻ്റെ കാരണത്താൽ അത് കാര്യമായിട്ട് നടക്കുന്നില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ആണ് എൻ്റെ ഈ ചേട്ടൻ്റെ കല്യാണാലോചന കാര്യങ്ങളും പെട്ടെന്ന് കയറി വന്നത്. അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ഈ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ മറ്റു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് ജോലിക്ക് പ്രദേശത്തേക്ക് പോകാൻ വേണ്ടി ഒരു അവസരം കിട്ടിയത്. പക്ഷേ അത് ഞാൻ പെട്ടെന്ന് ഓർത്തു അത് കിട്ടിയ അവസരമാണ് വിനിയോഗിക്കാമെന്നുള്ള രീതിയിൽ എടുത്ത് ചാടിയൊരു തീരുമാനത്തിൻ്റെ പേരിൽ ഞാൻ സെർബിയയിലേക്ക് പോകാൻ തീരുമാനമായി. ചേട്ടൻ്റെ കല്യാണം കൂടാതെയാണ് ഞാൻ പോകുന്നത്. സെർബിയയിൽ ചെന്നു. അവിടെ ചെന്ന് ഞാൻ ഓണറേബിളായിട്ടാണ് ഈ സെർബിയയിൽ എത്തിയത്. വിസ വേണ്ടായിരുന്നു അന്ന് ഇന്ത്യക്കാർക്ക്. കാരണം സെർബിയയിൽ എത്താനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ ക്രൊയേഷ്യക്കാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ക്രൊയേഷ്യയിലേക്ക് പോകാൻ വേണ്ടി കോവിഡിൻ്റെ സമയമായ കാരണം അന്നേരം ഇന്ത്യയിൽ ക്രൊയേഷ്യൻ എംബസി ഓപ്പൺ അല്ലായിരുന്നു. ഇന്ത്യയിൽ ഇന്ത്യക്കാർക്ക് ഓണറേബിളുള്ള ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സെർബിയയിൽ ഞാൻ പോയത്. സെർബിയയിൽ ചെന്ന് കഴിഞ്ഞു. അവിടെ നിന്ന് 2 ആഴ്ച കഴിഞ്ഞപ്പം ഇത് ക്രൊയേഷ്യയിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്താണ് ഇന്ത്യയിൽ ക്രൊയേഷ്യൻ എംബസി ഓപ്പൺ ആക്കുന്നത്. അങ്ങനെ വന്നപ്പോൾ ഏത് സിറ്റിസണാണോ അതേ രാജ്യത്ത് തന്നെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അത് റിജക്ഷനാക്കി. അങ്ങനെ വന്നപ്പം ഫസ്റ്റ് പ്ലാൻ പൊളിഞ്ഞു. ഏജൻറ്റ് പറഞ്ഞു സെക്കൻഡ് പ്ലാനുണ്ട്, കുഴപ്പമില്ല, നമുക്ക് വേറെ പ്ലാനുണ്ട്, നമുക്ക് രാജ്യം കടക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം ഞങ്ങൾ ഓർത്തു അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. പക്ഷേ അത് രാജ്യം കടക്കുക തന്നെയായിരുന്നു ചെയ്യേണ്ടത്. അവർ പറഞ്ഞു അധികം നടക്കാനൊന്നുമില്ല, ബസ്സിൽ പോയാൽ മതി, അവിടെ നമ്മുടെ ആൾക്കാരുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ 74 കിലോമീറ്റർ നടക്കാനുണ്ടായിരുന്നു. CIA സിനിമ നിങ്ങളെല്ലാം കണ്ടു കാണുമല്ലോ, ഏകദേശം ആ ഒരു അനുഭവം തന്നെയായിരുന്നു. അതിലും 2 ഇരട്ടിയായിരുന്നു എനിക്കുണ്ടായ അനുഭവങ്ങൾ. ഒരുപാട് ദുരനുഭവങ്ങളുണ്ടായി. ഒരുപാട് അടി കൊള്ളേണ്ടി വന്നു. ദേഹോദരങ്ങളൊക്കെ ഒരുപാട് ഏൽക്കേണ്ടി വന്നു. പക്ഷേ ആ സമയത്തെല്ലാം എനിക്ക് ആപ്പാടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ക്യാഷ് രൂപ മാത്രമാണ്. കാരണം ഞാൻ സെർബിയയിലെത്തിയപ്പം ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലവും എൻ്റെ ഒപ്പും മറ്റു കാര്യങ്ങളെല്ലാം എയർപോർട്ടിൽ നിന്ന് എടുത്ത് കളഞ്ഞിരുന്നു. എൻ്റെ കയ്യിൽ ആപ്പാടെ ഉണ്ടായിരുന്നത് മാതാവിൻ്റെ കാശ് രൂപം മാത്രമായിരുന്നു. അത് മാത്രം ഞാൻ കീപ്പ് ചെയ്തു. അത് മാത്രം എൻ്റെ കയ്യിലുള്ളൂ, ആപ്പാടെ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ വെച്ച് എനിക്ക് ഒരാളുമായിട്ട് ബന്ധനം ഉണ്ടാകുന്ന സമയത്ത്, ഒരു സംഘടന ഉണ്ടാകുന്ന സമയത്ത് അയാൾ എൻ്റെ ജാക്കറ്റ് വിളിച്ചപ്പോൾ ഈ ഉടമ്പടി എൻ്റെ ഈ കാശ് രൂപവും എൻ്റെ കൊന്തയും കണ്ടിട്ട് അയാൾ ചോദിച്ചു, ആൾ ക്രിസ്ത്യൻ ആണെന്ന് ചോദിച്ചു. ഞാൻ അതേന്ന് പറഞ്ഞു.
അന്നേരം തൊട്ട് പിന്നെ അയാൾ എന്നെ ഉപദ്രവിച്ചിട്ടില്ല. അപ്പോൾ അതെനിക്കൊരു വല്ലാത്ത അനുഭവമായിരുന്നു. പിന്നെ ഈ പറഞ്ഞ 74 കിലോമീറ്ററും നടക്കുകയല്ലായിരുന്നു, ഓടുകയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അന്നേരമൊക്കെ ഞാൻ തളർന്ന് വീഴേണ്ട ഒരു അവസരം ഉണ്ടായ സമയത്തും എനിക്കെന്നും അന്നേരം എനിക്ക് ശക്തിയായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ കാശുരൂപം തന്നെയാണ്. ഈ കാശുരൂപത്തെ മുറുകെ പിടിച്ചാണ് എങ്ങനെയും ഇതൊന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ അതിലേക്ക് നടന്നത്. -3 ഡിഗ്രി ആയിരുന്നു തണുപ്പ്, അതോടൊപ്പം തന്നെ മഴയുണ്ടായിരുന്നു. ഈ സമയത്തെല്ലാം എങ്ങനെയാണ് ഞാൻ സർവൈവ് ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും ഓർക്കാൻ പോലും പറ്റത്തില്ല. പക്ഷേ എങ്ങനെയോ ഞാൻ സർവൈവ് ചെയ്തു. ബോസ്നിയ എന്ന് പറഞ്ഞ രാജ്യത്തെത്തി. ബോസ്നിയ എന്ന രാജ്യത്ത് അവിടെ നമുക്കായിട്ട് റെഫ്യൂജികളെ വെൽക്കം ചെയ്യുന്ന രാജ്യമായിരുന്നു. ഞാൻ ഓൾറെഡി ഈ അതിർത്തി കടന്നപ്പോൾ ഞാൻ റെഫ്യൂജി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാസ്പോർട്ടോ രാജ്യമോ ഒന്നുമില്ല. നമ്മളവിടെ ഇന്ത്യക്കാരാണെന്ന് പറയത്തില്ല, കാരണം ഇന്ത്യക്കാർ ഒരിക്കലും റെഫ്യൂജികളല്ല. അപ്പം നമ്മളവിടെ ആരെങ്കിലും പട്ടാളമോ അല്ലെങ്കിൽ പോലീസോ ആരെങ്കിലും നമ്മൾ ക്യാച്ച് ചെയ്യുമ്പോൾ നമ്മൾ പറയേണ്ടത് ഒന്നെങ്കിൽ നമ്മൾ ശ്രീലങ്കനോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ ആണെന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ ഞാൻ അവിടുത്തെ ക്യാമ്പിൽ ചെന്ന് ശ്രീലങ്കനാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെല്ലാം അവിടെ കയറുന്നത്. അവിടെ കയറി അവിടെ നിന്ന് നമുക്ക് ഫുഡും അക്കോമഡേഷനെല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു വല്ലാത്തൊരു ഒരു നല്ലൊരു, കാരണം നമുക്ക് ഞാൻ എങ്ങോട്ടാണ് പോകണേ, എവിടെയാണ് ചെന്നത് എനിക്കൊരു പിടിയില്ല. നമ്മുടെ കൂടെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഏജൻസി ഒന്നുമില്ല. ഏജൻസി ഒരാളെ ഒപ്പിച്ചെന്ന് മാത്രമാണ് നമുക്ക് ഓർമ്മയുള്ളൂ. ബാക്കിയൊന്നും നമുക്ക് ഇവരുമായിട്ടൊരു കോണ്ടാക്റ്റും ഇല്ല, ഒന്നുമില്ല. കാടിൻ്റെ അകത്തൂടെ തന്നെയായിരുന്നു ഫുള്ള് യാത്രയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ ഏത് സ്ഥലത്തേക്കാണ് പോകണേ നമുക്ക് യാതൊരുവിധ അറിവുമില്ല. നമ്മളെ കൊണ്ടുപോയത് യുനെസ്കോയുടെ ആൾക്കാരാണ്, UN സംഘടനയിലുള്ള ആൾക്കാർ. അവർ IMO എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അവർ ഇല്ലീഗലായിട്ട് വരുന്ന മൈഗ്രൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യിക്കുന്ന, ആ രാജ്യത്തിന് വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്യിക്കുന്ന ഒരു സംഘടനയാണ്. അവരാണ് നമ്മളെ സംരക്ഷിച്ചത്. അവർ ഏകദേശം 3 മാസത്തോളം ഞാൻ ആ രാജ്യത്തുണ്ടായിരുന്നു, ബോസ്നിയയിൽ. എനിക്കൊരു വർഷത്തെ അവിടെ നിൽക്കാനുള്ള ഒരു റെഫ്യൂജി കാർഡും തന്നു. പക്ഷേ അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. അവിടെ വരുന്നവരെല്ലാവരും തന്നെ ആ രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ചാടാൻ വേണ്ടി മാത്രം വരുന്നവരാണ്, അവിടെ നിൽക്കാൻ വേണ്ടിയല്ല. ഞാനും അവിടെ നിന്ന് ചാടാൻ ശ്രമിച്ചു, പക്ഷേ എല്ലാം ഫെയിലായി, ഒന്നും തന്നെ സക്സസ് ആയില്ല. അപ്പോൾ ഈ സമയത്തെല്ലാം എനിക്ക് ആപ്പടെ ധൈര്യമായിട്ടുള്ളത് ഈ മാതാവിൻ്റെ കാശുരൂപം മാത്രമായിരുന്നു. ഈ കാശുരൂപം ഞാൻ കളയാതെ കീപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ എൻ്റെ പാസ്പോർട്ട് ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യനാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നെങ്കിൽ ഇന്ത്യൻ എംബസിയായിട്ട് കോൺടാക്ട് ചെയ്ത് എന്നെ ഡീപ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പാസ്പോർട്ടും ഈ കാശുരൂപമാണ് ഞാൻ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല ഈ സമയങ്ങളിലൊന്നും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ലായിരുന്നു. എന്താണ് നാളെ വരാൻ പോകുന്നത്, നാട്ടിലെന്താ അവസ്ഥ, ഇതൊന്നിനെക്കുറിച്ച് എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ലായിരുന്നു. ഏജൻസിനെ വിളിച്ചിട്ട് അവരാരും കോൺടാക്റ്റ് ചെയ്യുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ഒരു 240 പേരുണ്ടായിരുന്നു. അതിൻ്റെ അകത്തുനിന്ന് ഒരു 40 പേരാണ് ഞങ്ങൾ ഈ രാജ്യം കടന്നവർ. ഈ രാജ്യം കടന്നവർ 40 പേരിലും എല്ലാവർക്കും അവരുടേതായ എല്ലാവർക്കും മാനസിക പ്രശ്നങ്ങളുണ്ടായി. ചിലർക്കെല്ലാം നല്ല രീതിയിൽ അടിയേറ്റു. അപ്പം പലരും പല മൈൻഡിൽ നിൽക്കുന്നത്. പ്രത്യേകിച്ച് എന്താ ചെയ്യേണ്ടത്, നാളത്തെ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് ഒരു പിടിയില്ലാത്ത സമയത്താണ് എനിക്ക് വേറെ ഒരു വഴിയില്ല, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് മാത്രമുള്ളായിരുന്നു. എൻ്റെ കയ്യിലൊരു വചനപ്പെട്ടി ഉണ്ടായിരുന്നു. ആ വചനപ്പെട്ടി എല്ലാ ദിവസവും എടുത്ത് ഞാൻ അതിൽ വചനം എടുത്ത് വായിക്കും. വേറൊന്നും എനിക്ക് ചെയ്യാനില്ലായിരുന്നു എനിക്കവിടെ. കാരണം ഞാൻ ആരെ കോൺടാക്റ്റ് ചെയ്യണം, ആരോട് സംസാരിക്കണം, എങ്ങോട്ട് പോകണമെന്നും എനിക്കൊരു പിടിയില്ല. ആ സമയത്ത് എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ളവരും ഞാനിങ്ങനെ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കാണാറുണ്ട്. ആദ്യം അവർ കളിയാക്കിയെങ്കിലും പിന്നീട് അവരും എന്നെ സപ്പോർട്ട് ചെയ്ത് അടുത്ത ദിവസം ഞാൻ വെറുതെ ഇരിക്കുമ്പം നീ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലേ, നീ ഇന്ന് വചനം എടുത്ത് നോക്കുന്നില്ലേ, ഇങ്ങനെ എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവർക്കും ഇതെടുത്ത് കൊടുക്കും. അവർക്ക് ഇത് കൊടുക്കുമ്പോൾ ചെറിയൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എടുക്കുന്ന എല്ലാ വചനവും ഞങ്ങൾക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തന്നോട്ടുന്നത്. നാളെ വേറെ രാജ്യത്തേക്ക് ചാടാൻ പോകുമ്പോഴും ഞങ്ങൾക്ക് എപ്പോഴും ഈ വചനം അല്ലെങ്കിൽ ഈ കാശുരൂപം കയ്യിലുള്ളത് അല്ലെങ്കിൽ കൊന്ത കയ്യിലുള്ളത്, എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു 2-3 എണ്ണം. അതെല്ലാം ഹൈന്ദവരായിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിലൊക്കെ കൊടുത്തു. ആ ഫ്രണ്ട്സ് കൊടുത്തവരെല്ലാവരും പിന്നീട് ട്രൈ ചെയ്തപ്പം അവർക്കെല്ലാം മറ്റു രാജ്യങ്ങളിൽ ചാടാനും വേറെ കുഴപ്പമില്ലാതെ രക്ഷപ്പെടാനും സാധിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശ്വാസമായിരുന്നു ഈ കൊന്തയിലും എൻ്റെ പ്രാർത്ഥനയിലും. അപ്പം ഞങ്ങളെല്ലാം ഒരുമിച്ച് തന്നെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അവസാനം 3 മാസത്തിന് ശേഷം ഞാൻ IMO ആയിട്ട് ബന്ധപ്പെട്ടു. തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം ഞാൻ ചെയ്ത എല്ലാ അറ്റംപ്റ്റും ഫെയിലായിരുന്നു മറ്റു രാജ്യങ്ങൾക്ക് ചാടാനുള്ള. അവസാനം ഇല്ലീഗലായിട്ടല്ല, ലീഗലായിട്ട് തന്നെ എങ്ങോട്ടെങ്കിലും യൂറോപ്പിലേക്ക് ചാടാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചു. അപ്പം ആ സമയത്ത് ഏജൻസി നമ്മളുമായിട്ട് ബന്ധപ്പെട്ടു. അവർ നമുക്ക് വേണ്ട ഫണ്ടും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് അയച്ചു തന്നു. എൻ്റെ ചിലവിനും ഫുഡിനും വേണ്ട എല്ലാ പൈസയും എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ക്യാമ്പിലുള്ള എല്ലാവർക്കും അയച്ചു തന്നു. അത് ഞങ്ങൾക്ക് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു.
കാരണം ഞാൻ പൈസ കൊടുത്ത എൻ്റെ ഏജൻറ്റിനെ പോലീസ് പിടിച്ചു ഓൾറെഡി. അപ്പോൾ അയാളുമായിട്ടുള്ള യാതൊരു കോണ്ടാക്റ്റും പിന്നെ ഇല്ലായിരുന്നു. പക്ഷേ പിന്നെ എൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന വേറൊരു ഏജൻറ്റായിരുന്നു. അയാളുമായിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല. പക്ഷേ ആ ക്യാമ്പിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ളവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൻ്റെ പുറത്ത് മാത്രമാണ് ഞാനും ആ കൂട്ടത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോരാൻ വേണ്ടി IMOയുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാർ നമ്മളോട് ഏത് രാജ്യക്കാരാണെന്നോ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. നമ്മളെല്ലാ ഡീറ്റെയിൽസും തുറന്ന് പറഞ്ഞപ്പോൾ അവർ ഓക്കെ, നമ്മുടെ ഫ്രീ ആയിട്ട് നമ്മൾ നാട്ടിൽ വിടാമെന്നും ഡീപ്പോർട്ട് ചെയ്തില്ലെന്നും പറഞ്ഞു. ആ ഉറപ്പിൻ്റെ പേരിലാണ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് വന്നത്. തിരിച്ച് നാട്ടിൽ വന്നപ്പോൾ അവരൊരു ഓഫർ നമുക്ക് തന്നു. അതായത് തിരിച്ച് നാട്ടിൽ വരുന്നവർക്ക് നാട്ടിൽ വന്ന് എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാനുള്ള പൈസ അവർ റേസ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 1.5 ലക്ഷം രൂപയും തന്നു. കാരണം ഞാൻ നാട്ടിലേക്ക് വരുമ്പം ഓൾറെഡി 3-4 ലക്ഷം രൂപ മുടക്കിയാണ് പോയത്. വെറും കൈയോടെ തിരിച്ചു വരും എന്നുള്ള തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ 1.5 ലക്ഷം രൂപ എനിക്ക് അങ്ങനെ കിട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഫ്രീ ആയിട്ട് ഡീപ്പോർട്ട് ചെയ്യാതെയും ഞാൻ നാട്ടിൽ വരാൻ സാധിച്ചു. എനിക്ക് വന്ന പാടെ നേരെ ഏജൻറ്റിൻ്റെ വീട്ടിൽ പോയി കിടക്കുമായിരുന്നു. അവിടെ അവർ തന്നെയായിരുന്നു നമ്മളെ മൊത്തം നോക്കിയത്. അതിനുശേഷം 3-4 മാസത്തേക്ക് അനക്കമൊന്നുമില്ലായിരുന്നു. പിന്നീട് ആ സമയത്തായപ്പം ഞാനപ്പം ഉടമ്പടി പുതുക്കേണ്ട സമയം ഓൾറെഡി കഴിഞ്ഞിരുന്നു. ഞാനപ്പോൾ തിരിച്ച് നാട്ടിൽ വന്ന് ഉടമ്പടി കൊടുക്കണം എന്നുള്ളൊരു മനസ്സിൽ തോന്നിയിട്ട് ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി ഇവിടെ പുതുക്കി. ഓരോ ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴും എനിക്കൊരു പ്രതീക്ഷ കൂടുമായിരുന്നു. പക്ഷേ ഞാൻ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പോയ രാജ്യം ഷെങ്കൻ സോണിൽ ചെന്നു. അങ്ങനെ വന്ന കാരണം അവിടെ തിരിച്ചു വരാതിരുന്ന മറ്റാൾക്കാരെല്ലാം മറ്റ് രാജ്യങ്ങളിലേക്ക് കടക്കുകയും അവരെ രക്ഷപ്പെടുകയും ചെയ്തു. ഞാനപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ചെയ്ത തീരുമാനം തെറ്റായി പോയോ എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷേ അത് ശരിയാന്നുള്ള രീതിയിൽ അവർ ഞങ്ങളുടെ പരിപാടി ബാക്കിയെല്ലാം ചെയ്തു തരാമെന്ന് അവർ ഉറപ്പ് തന്നു. അതിൻ്റെ പേരിൽ ഞാൻ തിരിച്ച് ഇവിടെ നിന്ന് ഉടമ്പടിയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. പക്ഷേ ഞാൻ പൂർണ്ണമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. എനിക്ക് ഒരുപാട് ദുശീലങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അത് അതേപോലെ തന്നെ നീണ്ടു പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ കാര്യങ്ങൾ മാത്രമേ നടക്കാതിരുന്നുള്ളൂ. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടന്നിരുന്നു. അപ്പോൾ അത് ഞാനൊന്ന് റീതിങ്ക് ചെയ്ത് എനിക്കുണ്ടാകുന്ന ന്യൂനതകൾ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി അത് ഞാൻ ശരിയാക്കാൻ തീരുമാനിച്ചു. ഞാൻ ഉടമ്പടി കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. അഖണ്ഡ ജപമാല ഇവിടെ വന്ന് പങ്കെടുത്തു. അത് പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു 100% ഉറപ്പായി എൻ്റെ കാര്യം നടക്കുമെന്നുള്ളൊരു 100% എനിക്കൊരു മനസ്സിനുള്ളിൽ ഒരു ബോധം വന്നു. അതിനുശേഷം എൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പറായിട്ട് തന്നെ നടന്നു. 240 പേര് തിരിച്ച് വന്ന പ്രോഗ്രാമിൽ 2 പേർക്കാണ് ഇപ്പോൾ വിസ വന്നേക്കുന്നത്. ആ 2 പേരിൽ ഒരാൾ ഞാനാണ്. ഞാൻ അവർക്ക് പ്രത്യേകിച്ച് പണം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവർക്ക് ഉണ്ടായ അതേ അനുഭവം തന്നെ എനിക്കും ഉണ്ടായത്. ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഞാനിവിടെ ഉടമ്പടി എടുത്തു എന്നുള്ള ഒറ്റ കാര്യം മാത്രമാണ്. ഇപ്പം എന്താണെന്നോ എൻ്റെ വിസ വന്നു, ടിക്കറ്റും റെഡിയായി, ഞാൻ പോകാൻ റെഡിയായിട്ട് നിൽക്കുവാണ്. അടുത്ത സെപ്റ്റംബർ 11 ഞാൻ ഫ്ലൈ ചെയ്യുന്നതാണ്.